സൂചനയാണ്, ഇതൊരു ട്രെൻഡാണ്, സൂചനയാണ്. ധർമ്മടത്ത് പിണറായി പിന്നിൽ, ധർമ്മടത്ത് പിണറായി പിന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ കാണിക്കുകയാണ്. അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥി ധർമ്മടത്ത്, അവിടെ കഴിഞ്ഞ തവണ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു ധർമ്മടത്ത്. അവിടെ പിണറായി വിജയൻ പിന്നിൽ പോവുകയാണ്. ഇന്നലെ ഇത് നേരത്തെ പ്രൊഡിക്ട് ചെയ്ത ഒരാളുണ്ട്, അത് ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥിയാണ്. 10,000 വോട്ടിന് ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ പിണറായി വിജയൻ പിന്നിൽ പോകുമെന്ന് അബിൻ വർക്കി പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയാണോ? ധർമ്മടത്ത് എന്താണ് ഈ നടക്കുന്നത്? 86ലേക്ക് UDF ഉയരുകയും ചെയ്യുന്നു. ഒരു UDF തരംഗം ആഞ്ഞടിക്കുമ്പോൾ ഇതുവരെ LDF-നെ മാത്രം ജയിപ്പിച്ച സീറ്റുകൾ വരെയും വീഴുകയാണോ, കുലുങ്ങുകയാണോ? കൊയിലാണ്ടി നോക്കൂ, പ്രവീൺ കുമാർ ലീഡ് ചെയ്യുന്നു. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് ഇപ്പോൾ 1332 വോട്ടിന് പിറകിൽ. തൃക്കരിപ്പൂർ ഇതുവരെ LDF-നെ മാത്രം ജയിപ്പിച്ച് ശീലമുള്ള തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ 1821 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. 100+ ആണോ? 100+ ആണോ? 100+ ആ ചോദ്യം ഇപ്പോൾ ന്യായമായി ചോദിക്കാം. അത്തരം ഒരു തോന്നലുണ്ടാക്കുന്നത് ധർമ്മടത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോയാലോ അഭിലാഷേ? അവിടെ ആദ്യം റൗണ്ട് 1 LDF 7500 വോട്ടിന് ലീഡ് ചെയ്യുന്ന സ്ഥലമാണ്. UDF 4400 വോട്ടാണ് സാധാരണ. 3200 വോട്ടിന്റെ ലീഡ് ലഭിക്കേണ്ടതാണ് 1ാം റൗണ്ടിൽ. പക്ഷേ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിന്നിൽ എന്ന് പറയുമ്പോൾ അത്ഭുതകരമാണ്. ചെമ്പിലോട് പഞ്ചായത്തിന്റെ ഭാഗങ്ങളാണ് ആദ്യം എഴുതുന്നത്. 31 മുതൽ 48 വരെ, പിന്നീട് അഞ്ചരക്കണ്ടിയാണ്. അഞ്ചരക്കണ്ടിയൊക്കെ CPM-ന്റെ കോട്ടയാണ്. റൗണ്ട് 1 LDF 3200 വോട്ടിന് ലീഡ് ചെയ്ത ഇടത്ത് റൗണ്ട് 2 1300 വോട്ടിന് ലീഡ് ചെയ്തെടുത്ത് റൗണ്ട് 3 2400 വോട്ടിന് ലീഡ് ചെയ്തെടുത്തത് ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ എന്ന് പറയുമ്പോൾ അഭൂതപൂർവമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചന. 2001 സമാനമായ വിധത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് UDF കടക്കുകയാണ്.